നിങ്ങളുടെ അടുക്കളയിൽ എന്നുമുള്ള എന്നാൽ അതിന്റെ പ്രാധാന്യം ഒരുപക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത ഒരു താരം. അതാണ് ഉള്ളി. കണ്ണീർ പൊഴിപ്പിക്കുന്നതിനപ്പുറം ഉള്ളിക്ക് ഒരുപാട് കഥകളും ഉപയോഗങ്ങളുമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെയെല്ലാം അടുക്കളയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഉള്ളി. ഇതിന്റെ രുചി മാത്രമല്ല, ഔഷധ ഗുണങ്ങളും ചരിത്രവും നമ്മളെ അതിശയിപ്പിക്കും. പുരാതന ഈജിപ്തുകാർ ഉള്ളിയെ അനശ്വരതയുടെ പ്രതീകമായി കണ്ടു. റാംസസ് നാലാമന്റെ മമ്മിയിൽ പോലും ഉള്ളിയുടെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന റോമിലും ഉള്ളി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പാചകത്തിന് മാത്രമല്ല, മരുന്നായും. പ്ലിനി ദി എൽഡർ തന്റെ എഴുത്തുകളിൽ ഉള്ളിക്ക് കാഴ്ചശക്തി കൂട്ടാനും പല്ലുവേദന മാറ്റാനും നായയുടെ കടി ഭേദമാക്കാനും കഴിയുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഉള്ളി സെല്ലുകളാണ് ഉപയോഗിക്കാറ്. കാരണം അവ വലുതും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമാണ്. 2008 ന്യൂസിലൻഡിലെ ഗവേഷകർ കണ്ണീർ വരാത്ത ഉള്ളികൾ വികസിപ്പിച്ചു. പക്ഷേ ചിലർക്കിതിന് സാധാരണ ഉള്ളിയുടെ അത്ര രുചി തോന്നാറില്ല. ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഒരിക്കലും ഉള്ളി കൊടുക്കരുത്. നായ്ക്കൾക്കും പൂച്ചകൾക്കും മുയലുകൾക്കുമെല്ലാം ഇത് വിഷമാണ്. ഉള്ളി സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അവയെ എപ്പോഴും മെഷ് ബാഗിൽ മുറിയിലെ ഊഷ്മാവിൽ ഒറ്റയ്ക്ക് സൂക്ഷിക്കുക. മറ്റ് പച്ചക്കറികളുമായി ചേർത്ത് വെച്ചാൽ അവ പെട്ടെന്ന് കേടാകും. ഉള്ളിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ സി, കാൽസ്യം, അയൺ എന്നിവയാൽ സമ്പുഷ്ടമാണിത്. കൂടാതെ ഫൈബറും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും ഉള്ളി ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. സ്പെയിനിലെ കാറ്റലോണിയയിൽ കൽസോട്സ് എന്ന വലിയ ഉള്ളിവർഗം ഉപയോഗിച്ച് ഫെസ്റ്റിവലുകൾ നടത്താറുണ്ട്. മധ്യകാലഘട്ടത്തിന്റെ അവസാനം വരെ യൂറോപ്പിൽ പലരും ഉള്ളി ഒരു കറൻസിയായി ഉപയോഗിച്ചിരുന്നു. സൈബീരിയയിലെ കർഷകർ 18-ാം നൂറ്റാണ്ട് വരെ ഉള്ളിക്ക് പകരം സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഉള്ളി കേവലം കണ്ണീർ പൊഴിപ്പിക്കുന്ന ഒരു അടുക്കള വിഭവം മാത്രമല്ലെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആരോഗ്യത്തിനും തുണിക്ക് നിറം നൽകാനും അങ്ങനെ പലതിനും ഇത് ഉപയോഗപ്രദമാണ്. 2023 സെപ്റ്റംബർ 15-ന് ഏകദേശം 8.9 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉള്ളി ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ഉള്ളി ഉൽപാദനത്തിൽ ഇന്ത്യയും ചൈനയുമാണ് മുന്നിൽ. ഓരോ വർഷവും 20 ദശലക്ഷം ടണ്ണിലധികം ഉള്ളിയാണ് ഈ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. യുഎസിൽ ഇത് ഏകദേശം 3 ദശലക്ഷം ടൺ മാത്രമാണ്. 2019 ട്രോപ്പിയയിലെ വാർഷിക ഉള്ളി ഉത്സവത്തിനായി 4.9 അടി ഉയരമുള്ള ഒരു ഉള്ളി ശില്പം രൂപകൽപ്പന ചെയ്തു. 1971 സോവിയറ്റ് സല്യൂട്ട് 1 ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്ത് ഉള്ളി കൃഷി ചെയ്യുകയും അത് കഴിക്കുകയും ചെയ്തു. ബഹിരാകാശത്ത് വളർത്തി ഭക്ഷിച്ച ആദ്യത്തെ ഭക്ഷണമാണ് ഉള്ളി. ചുരുക്കത്തിൽ ഉള്ളി വെറും ഒരു കറി ഉണ്ടാക്കാൻ മാത്രമല്ല, ആരോഗ്യത്തിനും ചരിത്രത്തിനും ഇന്നൊവേഷനും ഒപ്പം നിന്ന ഒരു അത്ഭുതമാണ്. അതിന്റെ ഓരോ പാളിക്കുള്ളിലും നന്മയുടെ ഒരുപാട് കഥകളുണ്ട്. അടുത്ത തവണ ഉള്ളി അരിയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.